ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ ആനുവൽ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ മുൻപിൽ എന്നും കൂപ്പുകൈകളുമായി വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ നിന്നുപോയിട്ടുണ്ട് മനുഷ്യൻ. തന്നിൽ വിസ്മയം തീർത്ത കാണാക്കാഴ്ചകളുടെ പൊരുളറിയാനുള്ള അദമ്യമായ ആവേശം അവൻ്റെ ഉള്ളിൽ എന്നും തിരയടിച്ചിട്ടുണ്ട്. മഴ പൊഴിയുമ്പോഴും കാറ്റ് മുളങ്കാടുകളെ കുലുക്കിയുയർത്തി ഓടുമ്പോഴും പുഴ ചിലങ്ക കെട്ടി ഒഴുകുമ്പോഴും ആകാശത്ത് വിടരുന്ന അനന്തകോടി നക്ഷത്രങ്ങൾ ദീപാവലികൾ തീർക്കുമ്പോഴും വിടർന്ന കണ്ണുകളുമായി മനുഷ്യൻ നിന്നുപോയിട്ടുണ്ട്. അപ്പോഴും അങ്ങകലെ അമ്പിളിക്കൊരു നാടുണ്ടെന്നും അവിടുത്തെ കാഴ്ചകൾ കാണണമെന്നും മോഹിച്ചിരുന്നു അവൻ. അത്തരമൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കാം പിൽക്കാലത്തെ ചാന്ദ്രയാത്രകൾക്ക് പിന്നിൽ. മുന്നിൽ വിടരുന്ന ഈ കാഴ്ചകളെ കാർഷിക ജീവിതത്തിൻ്റെ ഭാവനയിലൂടെ നോക്കിക്കാണാൻ അക്ഷരമറിയാത്ത പഴയ കർഷകർക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നാടൻ പാട്ടുകളായി നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് തന്നിട്ടുള്ള ഗദ്യഭാഗം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ കൂപ്പുകൈയുമായി വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ നിന്നിട്ടുള്ളത് എന്തിനു മുന്നിലാണ്? ദേവാലയത്തിനു മുന്നിൽ, പ്രപഞ്ച വിസ്മയങ്ങളുടെ മുന്നിൽ, ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ. ആദ്യത്തെ ലൈനിൽ തന്നെ ആൻസർ ഉണ്ടല്ലേ, പ്രപഞ്ച വിസ്മയങ്ങളുടെ മുന്നിൽ. രണ്ടാമത്തെ ചോദ്യം: എങ്ങനെയാണ് പുഴ ഒഴുകുന്നത്? മുളങ്കാടുകളെ കുലുക്കി ദീപാവലികൾ തീർത്ത് ചിലങ്ക കെട്ടി. എങ്ങനെയാണെന്നാണ് പറയുന്നത്? ചിലങ്ക കെട്ടി. മൂന്നാമത്തെ ചോദ്യം: അമ്പിളിക്കൊരു നാടുണ്ടെന്നും അവിടുത്തെ കാഴ്ചകൾ കാണണമെന്നും മോഹിച്ച മനുഷ്യൻ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോയത് എവിടേക്കാണ്? ചന്ദ്രയാത്രയ്ക്ക്, കപ്പൽ യാത്രയ്ക്ക്, വ്യോമയാത്രയ്ക്ക്. എവിടേക്കാണ്? ചന്ദ്രയാത്രയ്ക്ക്. നാലാമത്തെ ചോദ്യം: കിനാവ് എന്ന വാക്കിന് പകരം കൊടുക്കാവുന്ന പദം ഏതാണ്? സത്യം, സ്വപ്നം, സ്നേഹം. ഏതാണ് കിനാവ് എന്ന വാക്കിന് പകരം കൊടുക്കാവുന്ന പദം? സ്വപ്നം. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. 5. മുന്നിൽ വിടരുന്ന കാഴ്ചകളെ കാർഷിക ജീവിതത്തിൻ്റെ ഭാവനയിലൂടെ നോക്കാനായി അക്ഷരമറിയാത്ത പഴയ കർഷകർക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവായി നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? എന്താണെന്നാണ് അവിടെ പറയുന്നത്? നാടൻ കലകൾ, നാടൻ പാട്ട്, ശാസ്ത്രീയ തെളിവുകൾ. ഏതാണ് ഉത്തരം? നാടൻ പാട്ട്. പ്രവർത്തനം 2. കഥാപാത്ര നിരൂപണം. മജീദിയുടെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമായ അലിയെ നിങ്ങൾക്കിഷ്ടമായില്ലേ? അലിയുടെ സ്വഭാവം, രൂപം, കഥയിലെ സ്ഥാനം എന്നിവ ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥാപാത്ര നിരൂപണം എഴുതാൻ നന്നായി അറിയാം. അപ്പോൾ എല്ലാവരും കഥ നന്നായി വായിച്ചു പഠിക്കുക. എന്നാൽ മാത്രമേ കഥാപാത്രങ്ങളെക്കുറിച്ച് നിരൂപണം എഴുതാനൊക്കെ പറയുമ്പോൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങളെല്ലാം നന്നായി വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത ചോദ്യം: പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുക. ആ കുട്ടി പിതാവ് ഒരു അന്ധയാചകനാണ്. ആ കുട്ടി പിതാവ് ഒരു അന്ധയാചകനാണ്. അതെങ്ങനെയാണ് ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുന്നത്? ആ കുട്ടിയുടെ പിതാവ് ഒരു അന്ധയാചകനാണ്. ആ കുട്ടിയുടെ പിതാവ് ഒരു അന്ധയാചകനാണ്. അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ആശയം ശരിയായ രീതിയിൽ വന്നു അല്ലേ? അടുത്തത് പ്രവർത്തനം 3 ആസ്വാദനക്കുറിപ്പ്. നക്ഷത്രവും പൂവും. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ? താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മിഴികൾ. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മയെന്തുള്ളൂ പാരിൽ. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമാറായി വ്യോമം, മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം. നക്ഷത്രമെത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം.
അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനും. ഇതാണ് നമ്മുടെ കവിത. ഇത് എഴുതിയത് ആരാണെന്ന് താഴെ തന്നിട്ടുണ്ട്. ആരാണ്? വീരാൻകുട്ടി. കുമ്മാട്ടി എന്ന കവിതയിൽ കുമ്മാട്ടിയുടെ വരവിനെ കവി വർണ്ണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ തന്നിരിക്കുന്ന കവിതയിൽ മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് എഴുതാൻ അറിയാമല്ലേ? എക്സാമിന് ഉറപ്പായും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വീരാൻകുട്ടി എഴുതിയ നക്ഷത്രവും പൂവും എന്ന കവിതയിലെ വരികളാണ് ഇവിടെ ആസ്വാദനത്തിനായി തന്നിട്ടുള്ളത്. ആകാശം മുക്കുറ്റിയോട് നക്ഷത്രത്തെ കാണിച്ചിട്ട് ഇതുപോലെ ഒരു പൂവ് നിന്റെ കയ്യിലുണ്ടോ എന്നോട് മത്സരിക്കാനെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ പൂവ് പോലുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന മുക്കുറ്റിയുടെ അവസ്ഥയാണ് ഇവിടെ ആദ്യം വർണ്ണിച്ചിരിക്കുന്നത്. ഇല്ലായ്മ സമ്മതിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം ഭൂമിയിൽ വേറെയില്ല എന്ന് കവി പറയുന്നു. ആ സമയത്താണ് രത്നം പതിച്ചതുപോലെ ഒരു കുഞ്ഞു പൂവ് ആ ചെടിയിൽ വിരിയുന്നത്. അതിൻ്റെ ഭംഗിയെങ്ങും പരക്കുന്നതായും അതിൻ്റെ ശോഭയിൽ ആകാശത്തിൻ്റെ കണ്ണഞ്ചി പോകുന്നതായും കവി പറയുന്നുണ്ട്. മനോഹരമായ മുക്കുറ്റിപ്പൂവിൻ്റെ മുൻപിൽ നക്ഷത്രം എത്ര നിസ്സാരമാണെന്നും കവി ചോദിക്കുന്നു. ഭൂമിയിലെ തിളങ്ങുന്ന നക്ഷത്രമാണ് മുക്കുറ്റിപ്പൂവെന്നും അത്രയും അഴകും കാന്തിയുമാണ് പൂവിനെന്നും കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നു. മുക്കുറ്റിപ്പൂവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ വർണ്ണിച്ചുകൊണ്ട് താഴ്മയിൽ നിന്ന് മാത്രമേ അത്രയും മനോഹരമായ വസ്തുക്കൾ ഉണ്ടാവുകയുള്ളൂ എന്നും കവി പറയുന്നു. യഥാർത്ഥ സൗന്ദര്യവും മൂല്യവും ഏറ്റവും എളിമയുള്ള കാര്യങ്ങളിലായിരിക്കുമെന്ന് കവി നമ്മെ പഠിപ്പിക്കുന്നു. നക്ഷത്രം എത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനും. ഇതാണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിത ഏതാണോ അതിന് ഇതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ആദ്യം നമ്മൾ ആരാണ് എഴുതിയതെന്നും ഏത് കൃതിയിൽ നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നും എഴുതണം. അതിനുശേഷം ആ കവിതയുടെ ആശയമാണ് എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികളും എഴുതി കൊടുക്കണം. ഒരു ബി ചോദ്യം കൂടിയുണ്ട്. മച്ച എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പല്ലക്ക്, കട്ടിൽ, തട്ട്. മച്ച എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തട്ട്. മച്ചിൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തട്ടിൻ പുറത്തല്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. മച്ച എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് തട്ട്. പ്രവർത്തനം 4 വർണ്ണന തയ്യാറാക്കാനാണ്. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ കുടുംബനാഥൻ തൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി കിളിയോടൊപ്പം പ്രകൃതിയിലേക്കിറങ്ങി ആശ്വാസം കണ്ടെത്തുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ലേ? മനസ്സിൽ മായാതെ നിൽക്കുന്ന അത്തരമൊരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിക്കുക. എങ്ങനെയാണ് നമ്മളൊരു വർണ്ണന തയ്യാറാക്കുക? നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ കാടിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ കാട്ടിൽ ധാരാളം മരങ്ങളുണ്ട്, വള്ളിച്ചെടികളും പുൽപ്പടർപ്പുകളുമുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, മലകൾ എന്നിവ കാട്ടിൽ കാണാം. ഇങ്ങനെയൊക്കെയാണ് നോർമലായിട്ട് നമ്മൾ എഴുതുക അല്ലേ? കാടിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും. പക്ഷെ വർണ്ണനയാണെങ്കിലോ, ആകാശത്തെ തൊട്ടുരുമ്മി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ, പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള പുൽത്തകിടികൾ, അമ്പരചുംബികളായ മലകൾ, കളകളം പാടിയൊഴുകുന്ന കാട്ടരുവികൾ, ആർത്തുല്ലസിക്കുന്ന മാൻകൂട്ടങ്ങൾ. അങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അതിനെ നമ്മുടേതായ രീതിയിൽ നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് കുറച്ച് വർണ്ണിച്ചെഴുതുന്നതാണ് വർണ്ണന തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ദൃശ്യത്തെക്കുറിച്ച് വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും യാത്ര പോയപ്പോൾ കണ്ടതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇതുപോലെ മനോഹരമായ വാക്കുകൾ ചേർത്ത് വർണ്ണിച്ചെഴുതുകയാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനിവിടെ കാടിനെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് അത് തന്നെ വേണമെങ്കിൽ എഴുതാം. ഞാൻ അമ്മ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടൂറിന് പോയപ്പോൾ കണ്ട കാഴ്ചയാണെന്ന് പറഞ്ഞിട്ടോ അത് വേണമെങ്കിൽ എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാഴ്ചയെക്കുറിച്ച് എഴുതാം. അടുത്തത് ബി ചോദ്യമാണ്. ഒറ്റപ്പദമാക്കുക. മാതൃക മരത്തിൻ്റെ കൊമ്പ്, മരക്കൊമ്പ്. അതുപോലെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പുഴയുടെ ഓരം. എങ്ങനെയാണ് ഒറ്റപ്പദമാക്കുക?
പുഴയോരം. പുഴയുടെ ഓരം, പുഴയോരം. അടുത്തത് പ്രവർത്തനം 5 വിശകലനക്കുറിപ്പാണ്. ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന പാഠഭാഗത്ത് നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾ നാം പരിചയപ്പെട്ടല്ലോ. അവയിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ മൊബൈൽ ഫോണിൻ്റെ ഗുണദോഷങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഈ കാർട്ടൂണുകൾ. ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഈ കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ നമ്മുടെ ചോദ്യം. ഈ കാർട്ടൂണിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കുക. മൊബൈൽ ഭൂതമേ, സ്കൂള് തുറന്നു, ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിനെ തിരികെ താ എന്ന അമ്മ ഫോണിനോട് പറയുകയാണ്. അപ്പോൾ ഫോണ് പറയുന്നു, പറ്റില്ല, വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ വന്ന് കൊണ്ടുപോയിക്കോ. ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണ്? മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനെ കുറിച്ചാണല്ലേ. രണ്ടാമത്തെ പിക്ചർ നോക്കുക. അവിടെ 2 പേർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് മോൻ്റെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയതല്ല, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താണ് പറയുന്നത്? നന്ദി പറയേണ്ടത് എന്നോടല്ല, അതിന് സഹായിച്ച നവമാധ്യമങ്ങളോടാണ്. അപ്പം നവമാധ്യമങ്ങളുടെ നല്ല വശങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. നമുക്ക് വിശകലനക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. സന്ദേശവിനിമയ രംഗത്തെ ഇളക്കിമറിച്ച ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തം. ഏതൊരാളെയും അയാൾ എവിടെ നിൽക്കുമ്പോഴും നമുക്ക് ബന്ധപ്പെടാനുള്ള അവസരം അത് ഒരുക്കിത്തരുന്നു. വാർത്തകളും വിവരങ്ങളും തത്സമയം അറിയാനും ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് വേഗം മനസ്സിലാക്കാനും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ആവശ്യമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് ഇൻ്റർനെറ്റും മറ്റു മാധ്യമങ്ങളും ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഇത്. പക്ഷേ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ പല അനാവശ്യമായിട്ടുള്ള രീതികളിലും ഉപയോഗിക്കുമ്പോഴാണ് ദോഷമായി മാറുന്നത്. ഇന്നത്തെ തലമുറ മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും പിന്നാലെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ അവർ ഇതിനായി ഉപയോഗിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. കുട്ടികളുടെ പഠനത്തെയും മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപെടാൻ താല്പര്യക്കുറവ് കാണിക്കുകയും ശ്രദ്ധക്കുറവും ഉറക്കമില്ലായ്മയും പ്രകടമാകുകയും ചെയ്യുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ് മൊബൈൽ ഫോൺ എങ്കിലും ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ ഒരു പരിധിവരെ കുറച്ചുകൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാർട്ടൂണിൽ പറയുന്ന പോലെ സാമൂഹിക സേവനത്തിനും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ. മൊബൈൽ ഫോണിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമുള്ള വിശകലനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കി. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇത് എഴുതാവുന്നതാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ്റെ ചിന്താശേഷിയും പെരുമാറ്റവും അനുകരിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ ഏതാണ്? കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ്. ഏതാണ് മനുഷ്യൻ്റെ ചിന്താശേഷിയും പെരുമാറ്റവും അനുകരിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അടുത്തത് പ്രവർത്തനം 6 പത്രവാർത്ത തയ്യാറാക്കുക. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചല്ലോ. പ്രകൃതി ഒരുക്കിയ ഒരു പുഷ്പോത്സവം തന്നെയായിരുന്നു അത്. കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അപ്പുവിൻ്റെ വിദ്യാലയത്തിലും ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. അതിനായി അവർ ഒരു നോട്ടീസ് തയ്യാറാക്കി. നോട്ടീസ് ഇങ്ങനെയാണ്: പുഷ്പോത്സവം. സുഹൃത്തെ, ഗവൺമെൻറ് UP സ്കൂൾ പെരുവണ്ണാപുരത്തെ വിദ്യാർത്ഥികൾ തങ്ങൾ വീട്ടിൽ വളർത്തിയ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും അണിനിരത്തിക്കൊണ്ട് വർണ്ണാഭമായ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. തീയതി 15/2/2025, സമയം 10 AM. വേദി സ്കൂൾ അങ്കണം. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ്. മുഖ്യാതിഥി പരിസ്ഥിതി പ്രവർത്തകൻ NA നസീർ. എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു. പെരുവണ്ണാപുരം. തീയതി കൺവീനർ കാർഷിക ക്ലബ്ബ്. ഇങ്ങനെയാണ് നോട്ടീസിലുള്ളത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ പുഷ്പോത്സവത്തിൻ്റെ വാർത്ത വന്നു. നിങ്ങൾ ആ പത്രവാർത്ത തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തയ്യാറാക്കി നോക്കാം. വർണ്ണാഭമായ പുഷ്പോത്സവം സംഘടിപ്പിച്ചു. പെരുവണ്ണാപുരം ഗവൺമെൻറ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വർണ്ണാഭമായ പുഷ്പോത്സവം നടന്നു. വിദ്യാർത്ഥികൾ വീടുകളിൽ നട്ടുവളർത്തിയ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളുമാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 2 രാവിലെ 10 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പരിസ്ഥിതി പ്രവർത്തകൻ NA നസീർ പങ്കെടുത്തു.
വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിപാടി വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു. പ്രകൃതിയെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മുഖ്യാതിഥി വിശദീകരിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ്. അടുത്തത് ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ചിന്നമുണ്ടി എന്ന കഥാസമാഹാരം ആരുടെ കൃതിയാണ്? PK പാറക്കടവ്, അംബികാസുധൻ മാങ്ങാട്, കാവാലം നാരായണ പണിക്കർ. ചിന്നമുണ്ടി എന്ന കഥാസമാഹാരം ആരുടേതാണ്? അംബികാസുധൻ മാങ്ങാട്. ഉത്തരം അംബികാസുധൻ മാങ്ങാട്. നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ, SK പൊറ്റക്കാടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? SK പൊറ്റക്കാടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രസിദ്ധമായ കൃതി ഏതാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.